ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അയൻസ് കേക്ക് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഷിയക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് 2 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആണ്. പിന്നെ ഒരു 1/2 kg എഗ്ലെസ് കേക്ക് കൂടി ഉണ്ടായിരുന്നു. 2 കുട്ടികൾ ശബരിമലക്ക് പോകാൻ മാലയിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എഗ്ലെസ് കേക്ക് വേറെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേക്കിൽ ഞാനൊരു ഡോറ ബുജി തീമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു വുഡ് സ്റ്റിക്ക് എടുത്തിട്ട് ഒരു വഴി പോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ 2 സൈഡിലും ഗ്രാസ് നോസിൽ കൊണ്ട് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് ഫുള്ളായിട്ട് ഗ്രാസ് നോസിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം വഴി പോലെ തോന്നിക്കാനായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട് ഞാൻ വുഡിൻ്റെ സ്റ്റിക്ക് തന്നെയാണ് എടുക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൽ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ ഡിസൈൻ അല്ല, ഞാൻ പിൻട്രസ്റ്റ് ആപ്പിലാണ് ഈ ഒരു മോഡൽ കേക്ക് ഡിസൈൻ ആദ്യമായിട്ട് കാണുന്നത്. ഡോറയുടെയും ബുജിയുടെയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലെ വുഡിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഇതിലേക്ക് കുത്തിയിറക്കി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം വെച്ചത് അത്ര കറക്റ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനെല്ലാം മാറ്റിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ റൈറ്റിംഗ് കൂടി ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ലുക്ക് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എഗ്ലെസ് കേക്കിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുക്കുന്നില്ല. നോർമലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിൽ കൊടുത്തിട്ട് മുകളിൽ ചെറിയുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കേക്കിൽ അർഷിയാന്നും രണ്ടാമത്തെ കേക്കിൽ നമ്മൾ ഷിയാന്നും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ആ 2 കേക്കും ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിയിലേക്ക് വീട്ടിൽ നിന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kg കേക്ക് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 കേക്കും പാക്ക് ചെയ്തതിന് ശേഷം ഞാനും അനിയനും വൈഫുമാണ് സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 1:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഡെലിവറി ഉണ്ടോ, എത്ര കിലോമീറ്റർ പരിധിയിലാണ് ഡെലിവറി ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ഡെലിവറി ചെയ്യാൻ പറ്റാറില്ല. മിക്കപ്പോഴും കസ്റ്റമർ വീട്ടിൽ വന്ന് വാങ്ങിക്കാറാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഞങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 കേക്കൊക്കെ എടുത്ത് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ടീച്ചേഴ്സൊക്കെ ഫുഡ് കഴിച്ചൊന്ന് ഫ്രീ ആയി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവർ വേഗം തന്നെ ടേബിളൊക്കെ സെറ്റാക്കി ഞങ്ങൾ കേക്ക് മുറിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചക്കരക്കല്ലുള്ള കേക്ക് ഷോപ്പിലേക്കായിരുന്നു. അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് ചക്കരക്കല്ല് മുഴപ്പാല റോഡിന് തവക്കൽ കോംപ്ലക്സിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഷോപ്പിൻ്റെ നെയിം കേക്ക് ആൻഡ് ബേക്ക് എന്നാണ്. അപ്പോൾ ബർത്ത്ഡേ ഡെക്കറേഷനും കേക്ക് ബേക്കിങ്ങിനൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല ഗിഫ്റ്റ് ബോക്സസ്, ഹാമ്പേഴ്സ്, ചോക്ലേറ്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നല്ല കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ മറക്കണ്ട, ഷോപ്പിൻ്റെ നെയിം കേക്ക് ആൻഡ് ബേക്ക് എന്നാണ്. ചക്കരക്കല്ല് തവക്കൽ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ വീട്ടിൽ ഒരു ചെറിയ കേക്ക് കട്ടിങ് കൂടിയുണ്ട്. അങ്ങനെ മക്കളും 3 കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.